ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. കാരണം ഞാൻ വേണോ വേണ്ടേ എന്ന് കൺഫ്യൂഷൻ അടിച്ചെടുത്തൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, കുറച്ച് ദിവസം മുൻപ് കുറച്ച് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഗിവ് അവേ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ 1K ആയ സമയത്താണ് ഇപ്പോൾ ഗിവ് അവേ ഒന്ന് ചെയ്തത്. പിന്നെ ഗിവ് അവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് കുറച്ച് മുടക്കിയുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മീൻസ് യൂട്യൂബിൽ നമുക്ക് വരുമാനം കിട്ടണം തുടങ്ങിയിട്ടില്ല. അതായത് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. മാത്രമല്ല 1K ആയപ്പോഴാണ് ഒരു ഗിവ് അവേ ചെയ്തത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ 1209 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു 200 സംതിങ് തന്നെ കൂടുമ്പോൾ ഞാൻ ഗിവ് അവേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത്രയ്ക്ക് ഒരു ഗ്രോത്ത് നമുക്ക് പിന്നെ വന്നിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങളിങ്ങനെ ചോദിക്കുമ്പം എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ മന്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മന്താണ് ചോക്ലേറ്റ് ഡേ ആയിട്ടും. ചോക്ലേറ്റ് ഡേ കഴിഞ്ഞു പോയി, പക്ഷേ ഇനി വാലൻറ്റൈൻസ് ഡേ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഗിഫ്റ്റൊക്കെ തരുന്ന ഒരു മന്ത് ആണല്ലോ. അപ്പോൾ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഗിഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷ് മുടക്കിയിട്ടുള്ള ഗിഫ്റ്റ് തരാൻ എന്തായാലും ഇപ്പോൾ കഴിയൂല. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കും എന്നെക്കൊണ്ട് പറ്റുന്നത്. പിന്നെ കുറച്ച് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റുമാണ് തരാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് തരാനുള്ള ഗിഫ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഗിഫ്റ്റ് തരുന്നത് എൻ്റെ സബ്സ്ക്രൈബർ ആവണം. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ട മാത്രം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഞാൻ പതിയെ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ, കുറച്ച് വാൾപേപ്പേഴ്സ് ആണ്. ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വാളൊക്കെ കുറച്ച് അടിപൊളിയാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. സോ കുറച്ച് വാൾപേപ്പേഴ്സ് ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ കുറച്ച് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ഷീറ്റായിരുന്നു കേട്ടോ ഈ ഒരു വാൾപേപ്പേഴ്സ്. അപ്പോൾ അതിൽ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു വാൾപേപ്പേഴ്സ്. പല സൈസിലും ഉണ്ട്. കുറച്ച് കോട്ട് വരുന്ന പോസിറ്റീവ് കോഡ്സ് വരുന്നതിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ വെറുതെ ഇങ്ങനെ തരാൻ പറ്റില്ലല്ലോ, ഇതൊന്ന് വൃത്തിക്ക് പൊതിയണമല്ലോ. അപ്പോൾ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി ഞാനിത് ഈ ഒരു സംഭവം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് എനിക്കറിയായിരുന്നു, പക്ഷെ ഇപ്പം മറന്നുപോയി. ഇത് കുറച്ച് റൗണ്ടിൽ വലിയ സൈസാണ്. ഇതിന് 10 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ 2 സൈഡിലോട്ട് മടക്കിയിട്ട് മറ്റേ ഭാഗത്തുനിന്നും മടക്കുക, 4 ഭാഗത്തുനിന്നും മടക്കിയിട്ട് ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ഗ്ലൂ ആക്കിയിരിക്കും ബെസ്റ്റ്. ഇപ്പോൾ അത് കാണാനില്ലാത്തതുകൊണ്ട് ഇത് ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു. ഇത് ഇങ്ങനെ വീഡിയോ ആക്കി ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗിഫ്റ്റായിട്ട് തരാമെന്ന് മാത്രമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റ് ഐഡിയാസ് കാണിച്ച് തരാമെന്നും കൂടെ ഉള്ള ഉദ്ദേശത്തിലാണ് വീഡിയോയും കൂടെ ചെയ്യുന്നത്. എനിക്കറിഞ്ഞൂടാ നിങ്ങൾക്കൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഇഷ്ടമാണോ, അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ ഒരു ഹോപ്പ് ഇല്ലാണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അതേ നേരത്തെ ആ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തു കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഒരു റെഡ് കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ബോ പോലെ കെട്ടിക്കൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മറ്റേ ഭാഗത്ത് ആ ഹോൾസ് ഉണ്ടല്ലോ, ഈ ഭാഗത്താണല്ലോ ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ആ ഭാഗത്തോട്ട് തന്നെ ഇങ്ങനെ നമ്മൾ സാധാ നമ്മൾ കെട്ടിടുമല്ലോ അതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബോ പോലെ ഇങ്ങനെ നിൽക്കുമല്ലോ. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വില കൂടിയ ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്നത് 1 രൂപയുടെ ആണെന്നുണ്ടെങ്കിലും അത് സർപ്രൈസ് ആയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ സർപ്രൈസ് അല്ലാന്നുണ്ടെങ്കിലും അതിൽ നമ്മുടെ കയ്യൊപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അവർ ഒരുപാട് ഹാപ്പി ആവും. ഗിഫ്റ്റ് കൊടുക്കുന്നത് അതിനാണല്ലോ, നമ്മൾ കൊടുക്കുന്ന ആളെ ഹാപ്പി ആവണം എന്നാണല്ലോ നമ്മളെ ഉദ്ദേശം. അപ്പോൾ അത് സക്സസ് ആവാൻ അതൊക്കെ തന്നെ ധാരാളം. അങ്ങനെ നമ്മുടെ വാൾപേപ്പേഴ്സിൻ്റെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ ക്ലേ വെച്ചിട്ടൊരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇത് ഇന്ന് രാവിലെ പിൻട്രസ്റ്റിൽ കണ്ടൊരു വീഡിയോ ആയിരുന്നു. വേറൊന്നുമല്ല, ഒരു റെയിൻബോൻ്റെ കീച്ചെയിൻ. അതാണ് മനസ്സിലെ ഉദ്ദേശം. ഇത് നമ്മളെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന 25 രൂപ കൊടുത്താൽ കിട്ടുന്ന ക്ലേ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 സംഭവങ്ങൾ ഉണ്ടാവും കേട്ടോ. കാണാൻ വലിയ രസമൊന്നും ഇല്ലെങ്കിലും സംഭവം അടിപൊളിയാണ്. എയർ ഡ്രൈ ക്ലേ എന്ന് തന്നെയാണ് പറയാമെന്നാണ് എൻ്റെ ഒരു എന്താ പറയുക അറിവ്. ഇപ്പോൾ നേരത്തെ കണ്ട 2 സംഭവങ്ങളും കൂട്ടിയിട്ട് നല്ല ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചിട്ട് അങ്ങോട്ട് എടുക്കുക. പിന്നെ അതേ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നീട്ടിയിട്ടെടുക്കണം. പിന്നെ ആ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ അടപ്പ് എന്തെങ്കിലുമൊക്കെ വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ 3 ലെയേഴ്സാണ് കേട്ടോ അവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാനിതേ ഈ ഒരു പേപ്പർ എൻ്റെ ഡെസ്കിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് ഒരു ഇതാണ്, ഫോം ഷീറ്റാണ്. അതിൻ്റെ മുകളിലാണ് ഇത് ആദ്യം ചെയ്തത്. ഏതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് പഠിച്ചോനെ ഇത് ഇങ്ങോട്ട് കിട്ടുമോ എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് എടുത്തത് കേട്ടോ. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ബാക്കൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലോട്ട് വെക്കുകയാണ് ചെയ്തത്. നല്ലോണം ഉണങ്ങുന്നതിന് മുൻപ് ഞാനൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലോട്ട് വെച്ചു. അപ്പോൾ ഈ ആദ്യം ഉണ്ടാക്കിയ ഷേപ്പൊക്കെ ഞാൻ ആ എടുത്ത സമയത്ത് കുറച്ച് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ജോയിൻ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നിങ്ങനെ ഒരു ടച്ചപ്പ് കൊടുക്കുന്നുണ്ട്, ആ ഒരു ഷേപ്പൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കിച്ചൻ ആയതുകൊണ്ട് ഹോൾ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹോൾ ഇട്ട് കൊടുക്കാൻ പറ്റില്ല, ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗ്ലൂ വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഒരു ബാക്ക് സൈഡ്. അതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോന്നറിയില്ല, കണ്ടാൽ ഞെട്ടും.
ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെയൊക്കെ റോഡിൻ്റെ അവസ്ഥയായിട്ടുണ്ട്, കുഴിയും ചാലും ഒക്കെ ഉണ്ട്. സാരമില്ല, ഞാൻ ഈ സംഭവം വെച്ചിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ക്ലേ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, മഷ്റൂമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് മറ്റേ നമ്മളെ മീഷോന്ന് വാങ്ങിയ ആ ഒരു ക്ലേ ആയിരുന്നു. അതൊന്നും തമ്മിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ എന്തോ ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനെ നല്ല നല്ല സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. മഷ്റൂം ഉണ്ടാക്കാൻ പിന്നെ സുഖമാണല്ലോ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം. മുകളിൽ ഞാൻ എൻ്റെ കയ്യിൽ വയലറ്റ് ഉണ്ടായിരുന്നു, അതിലോട്ട് കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി കളർ ഇട്ടിട്ടുണ്ട്, അത് കൊടുത്തു. പിന്നെ യെല്ലോ കണ്ടില്ലേ, കുപ്പിയൊക്കെ കാലിയായിട്ടുണ്ട്, എന്നാലും കൊടുക്കാൻ കുറച്ച് കളർ കിട്ടി. അപ്പോൾ സെക്കൻഡ് ലെയറിൽ ഞാൻ യെല്ലോ ആണ് കൊടുത്തത്. താഴെ വന്നിട്ട് ഞാൻ പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിങ്ക് ഒന്ന് ജസ്റ്റ് കൊടുത്തപ്പം അത് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത്, മറ്റേത് രണ്ടും കുറച്ച് ലൈറ്റ് കളറാണല്ലോ, അപ്പോൾ ഈ പിങ്ക് ഒന്നും കൂടിയും ഡാർക്ക് ചെയ്ത് നിന്നപ്പോൾ അതെന്തൊരു ഭംഗി തോന്നിയുകൊണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് സൈഡ് അവിടെ നേരത്തെ ആ വയലറ്റും വൈറ്റും മിക്സ് ആക്കി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് അതും കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിലൊരു കിച്ചൺ ഹോൾഡർ ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് വിചാരിച്ചത്ര ശരിയാവാത്തതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗിഫ്റ്റിൽ വെക്കണോ വേണ്ടെന്നില്ലാത്ത എനിക്ക് ഡൗട്ട് ഉണ്ട്, അതൊന്നും ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് വന്നിട്ട് കോലുമിഠായിയാണ്. ഞാനൊരു ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ഐഡിയ കണ്ടിട്ട് 5 എണ്ണം വേണ്ടിയിരുന്നു, 5 കോലുമിഠായി മേടിച്ചു. അതിലൊന്ന് ബിഷു അപ്പം തന്നെ കഴിച്ചു. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ 4 എണ്ണം ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോൾ. പിന്നെ അവൻ വീണ്ടും ഒന്നും കൂടെ കഴിച്ചപ്പോൾ 3 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഗിഫ്റ്റ് ഐഡിയ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ കോലുമിഠായി ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വേറെ പോലെ ആക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വാൾപേപ്പറാണ്. അതിന് ജസ്റ്റ് 15 രൂപ വരുന്നുള്ളൂ ആ ഒരു ഷീറ്റിന്, കുറച്ച് വലിയ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഇതേ വെച്ചിട്ട് ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 എണ്ണം ഒന്ന് ചെയ്തെടുക്കണം. കയ്യിലൊട്ടും ക്യാഷും ഇല്ല, എന്നാൽ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത്. ഇതാകുമ്പോൾ ഒരു മിഠായിക്ക് 2 രൂപയുള്ളൂ. ഇനി നമുക്ക് വേണ്ട പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഞാനൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് വൈറ്റ് ഡോട്ട് വരുന്ന കാണാൻ നല്ല ഭംഗിയുള്ളൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഒരു റെഡ് റിബൺ എടുത്തിട്ട് ഒരു ബോ പോലെ ഒന്ന് കെട്ടിയിട്ട് ബാക്കിയുള്ള 2 അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കോലുമിഠായി മാത്രമല്ല കേട്ടോ, കുറച്ച് ചോക്ലേറ്റ്സും കൂടി ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ഇന്ന് കുറഞ്ഞതുപോലെ ആ ചോക്ലേറ്റ്സും പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോലുമിഠായി. സെറ്റല്ലേ? നെക്സ്റ്റ് വന്നിട്ട് കുറച്ച് ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ ഇത് കുറേ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. സോ ഞാൻ ആദ്യം തന്നെ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പെൻസിൽ വെച്ചിട്ടാണ് ആദ്യം വരച്ചത്, ഡയറക്റ്റ് പെന്നോണ്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി കളർ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഈ ഗിഫ്റ്റ് ആർക്കുള്ളതാണെന്ന് പറയാം. കമൻറ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരാളെ സെലക്ട് ചെയ്യുക. 14-ാം തീയതി എന്തായാലും വാലന്റൈൻസ് ഡേ ആണല്ലോ, സോ നമുക്ക് അന്ന് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ വെറുതെ കമൻറ്റ് ഇടല്ല, അതിലൊരു രസമില്ലല്ലോ. ഈ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാർക്കാണല്ലോ നമ്മളത് കൊടുക്കുക. സോ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആർക്കായിരിക്കും ആ ഗിഫ്റ്റ് കൊടുക്കുക? അയാളെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണല്ലോ, അതിപ്പോൾ അത് കുറച്ച് ഇവിടെയും പ്രകടിപ്പിച്ചോളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോൻ്റെ താഴത്ത് കമൻറ്റ് ഇടേണ്ടത്. പിന്നെ 14-ാം തീയതിനുള്ളിൽ നമ്മൾ ഏതൊക്കെ വീഡിയോസ് ഇടുന്നുണ്ടോ അതിൻ്റെ അടിയിലൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ അപ്പോൾ പറയാം. പിന്നെ ഈ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഐറ്റംസും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് വാങ്ങി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് ജെൽ വെച്ചിട്ട് ഔട്ട്ലൈനും കൂടെ ചെയ്തു. അപ്പോഴേ നമുക്ക് ആ സ്റ്റിക്കേഴ്സ് ആയി എന്നുള്ളൊരു ഫീല് വരുള്ളൂ. ഇനി ഇവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതിന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഇതേ ജസ്റ്റ് മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ബബിൾസ് വരാതെ വൃത്തിയായിട്ട് കവർ ചെയ്യാൻ നോക്കുക മാക്സിമം. ആ പരിപാടിയും കൂടി കഴിഞ്ഞാൽ പിന്നെ കട്ടിംഗ് ആണ്. കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു വൈറ്റ് പോർഷൻ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ, അപ്പോഴേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ വേണം എന്നല്ല, പക്ഷെ അങ്ങനെ ചെയ്താൽ കുറച്ച് ഭംഗി ഉണ്ടാവും. അപ്പോൾ എല്ലാ സ്റ്റിക്കേഴ്സും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 കവായികളും കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. ഇനി ഇവരെ നമുക്കൊന്ന് പെട്ടിയിലാക്കണം. ഈ പെട്ടി അഥവാ ബോക്സ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ, സംഭവം സിമ്പിളാണ്. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അതിൽ 4 ഭാഗത്ത് ഞാൻ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഓരോ സൈസ്. ഞാനിപ്പോൾ എഴുതിയതൊക്കെ 3 സെൻറ്റിമീറ്റർ ആണ്. അത് നിങ്ങൾക്ക് വേണ്ട ഹൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് വേണം കട്ട് ചെയ്യാൻ. അതേപോലെ അടുത്തേന്ന് ഓപ്പോസിറ്റ്, അങ്ങനെ 4 ഭാഗത്തൊന്നും കട്ട് ചെയ്തെടുക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടെ കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യാം. ഇനി ആ കട്ട് ചെയ്ത 4 പീസസ് നമുക്ക് ഉള്ളിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്ത് നമുക്ക് പെട്ടെന്ന് അത് ഇങ്ങോട്ട് മടക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഗ്ലൂ ആക്കാൻ ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ചെയ്തതുപോലെ 4 ഭാഗം ചെയ്തെടുത്ത് നമ്മുടെ ബോക്സ് റെഡിയാണ്. ഇനി ഇപ്പോൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഇതിനൊരു അടപ്പും കൂടെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അടപ്പ് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഹൈറ്റ് കുറക്കുക. അതായത് നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട്
1.5 സെൻറ്റിമീറ്റർ ഒക്കെ എടുത്താൽ മതി. അത് ഞാൻ ജസ്റ്റ് ഒരു പാറ്റേൺ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സും ബോക്സൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി ഒരു ചെറിയ ഡെക്കറേഷൻ കൊടുക്കാം. എൻ്റെ കയ്യിലൊരു ചെറിയ ഫ്ലവറിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ സ്റ്റിക്കർ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തതായിരുന്നു, അതുകൊണ്ട് പിന്നെ ഗ്ലൂ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ താഴത്തെ ഒരു കുഞ്ഞി പീസിൽ സ്റ്റിക്കേഴ്സിനും കൂടെ എഴുതിയിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഐറ്റംസ്. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി അവരെ പറ്റി ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ആളുടെ പേര് കമൻറ്റ് ചെയ്താലും മതി കേട്ടോ. ചുമ്മാ ഒരു രസമല്ലേന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇടാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.